ഇപ്പോൾ ഈ അലിഗേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. നമ്മുടെ ആക്ടേഴ്സിനെ കുറിച്ചൊക്കെ പറയുന്നത് മിനു മുനീറിനെതിരെയാണ് ഞാൻ പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത്. അത് എന്റെ ഒരു കസിനാണ്, എന്റെ ഫസ്റ്റ് കസിൻ ആയിട്ടാണ് വരുന്നത്. അപ്പം എന്റെ ലൈഫിൽ 2014 ഞാൻ മൈനർ ആയിരിക്കുന്ന സമയത്ത് എന്റെ ലൈഫിൽ നടന്നൊരു ഇൻസിഡന്റ് മൂലമാണ് ഞാൻ ഇപ്പോൾ ഒരു പെറ്റീഷനായിട്ട് മുന്നോട്ട് വന്നത്. 2014 ഞാൻ എന്റെ 10th എക്സാം കഴിഞ്ഞിട്ട് SSLC എക്സാം കഴിഞ്ഞിട്ട് റിസൾട്ട് വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ആ ഒരു വെക്കേഷനിൽ ഫിലിമിൽ അഭിനയിപ്പിക്കാം, സിനിമയുടെ ഒരു ഓഡീഷന് വേണ്ടി മോള് എന്തായാലും നമുക്ക് അന്ന് ഈ പറയുന്ന പോലെ 16 വയസ്സ് എനിക്കുള്ളൂ. പക്ഷേ എങ്കിലും കാഴ്ചയിൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഏജ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം പുള്ളിക്കാരി എന്നോട് പറഞ്ഞു ചെന്നൈയിൽ വന്ന് നമുക്കൊരു ഫിലിമിന് ഓഡീഷനൊക്കെ പോയി നോക്കാം, അത് കഴിഞ്ഞിട്ട് ഫിലിമിൽ കയറി രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ. ആ ടൈമിൽ ഏകദേശം ഒരു 6-7 മലയാളം സിനിമയും തമിഴ് സിനിമയൊക്കെ ചെയ്തിട്ടാണ് ആ വ്യക്തി നിൽക്കുന്നത്. അപ്പം അതിന്റെ ഒരു ബേസിലാണ് ഞങ്ങൾ ഇവിടുന്ന് മൂവാറ്റുപുഴയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകുന്നത്. അപ്പോൾ ചെന്നൈയിൽ ചെന്നു. ഫസ്റ്റ് ദിവസം നോർമലായിട്ട് തന്നെ കടന്നുപോയി. നെക്സ്റ്റ് ഡേ എന്നോട് ഓഡിഷന് പോകാനാണെന്നും പറഞ്ഞ് എന്നെ ഒരുക്കി വീട്ടിൽ നിന്ന് കൊണ്ടുപോയി. അപ്പം ഞങ്ങൾ പോകുന്നത് പുള്ളിക്കാരുടെ തന്നെ കാറിലാണ്. പുള്ളിക്കാരെയാണ് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ചെന്നു, ഒരു ഹോട്ടൽ റൂമിലാണ് ചെന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടുത്തെ ആംബിയൻസും സിറ്റുവേഷനൊന്നും ഒരു ഓഡിഷൻ്റെതാണെന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല. 5-6 ബോയ്സ് അല്ല, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ വന്നു. ഞാൻ ചെന്നപ്പോൾ തന്നെ ഒരു ഹെസിറ്റേഷനും കൂടാതെ എനിക്കൊരു പരിചയമില്ലാത്ത ആൾ വന്ന് എന്റെ മുഖത്തും മുടിയിലും തോളത്തൊക്കെ പിടിക്കാൻ തുടങ്ങി. മുഖത്തൊക്കെ തൊട്ടിട്ട് ഓക്കെ ആണെന്നുള്ള രീതിയിൽ തമിഴിൽ സംസാരിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. എനിക്ക് തിരിച്ചു പോകണം, വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു. ആ സമയത്ത് അത്രയും നേരം ഭയങ്കര ചിരിച്ചു കളിച്ച് നിന്നിട്ട് ആ സമയത്ത് എന്നോട് ഭയങ്കര ദേഷ്യപ്പെട്ടത്, എന്നെ കാണിക്കുന്ന ഇവിടെ നിൽക്കുക എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് എന്നെ വിഷമിപ്പിക്കുകയും ഭയങ്കരമായിട്ട് മോശമായിട്ട് വാക്കുകൾ പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഇത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ആദ്യമായിട്ടല്ല, നിന്റെ ഈ പ്രായത്തിലുള്ള ഒരുപാട് പെൺകുട്ടികൾ ഞാൻ ഇങ്ങനെ ലൈഫ് രക്ഷിച്ചിട്ടുണ്ട്. ഇത് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഓർക്കണം. എന്റെ പുള്ളിക്കാരിക്ക് എന്റെ പ്രായത്തിലുള്ള മകളുണ്ട്. ഇതൊരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ലൈഫ് സെറ്റ് ആവും. ഞാൻ ആദ്യമായിട്ടൊന്നും അല്ല, നീ പേടിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞ് ഈ ഒരു മോശം പ്രവൃത്തി എന്നെ വളരെ വലിയ രീതിയിൽ പുള്ളിക്കാരി എന്നെ അപ്പോൾ എതിർത്തപ്പോൾ എന്തായിരുന്നു പ്രതികരണം? ഞാൻ എതിർക്കാൻ ശ്രമിച്ചു. എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ കാരണം ഞാൻ പേടിച്ചു. കാരണം എനിക്കറിയാത്ത നാട്, എനിക്കറിയാത്ത ഭാഷ, എനിക്ക് എന്ത് ചെയ്യണം എന്നറിയണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും അതിന് കൂട്ടാക്കിയില്ല. ഇപ്പൊ വീട്ടിൽ പോകാൻ പറ്റില്ല, നിന്നെ ഇവിടെ നിൽക്കി, ഞാൻ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് പറഞ്ഞ് അവിടെ പിടിച്ചെടുത്ത് നോക്കി. അപ്പൊ ഞാൻ ഒരുപാട് ബഹളം വെച്ചു, ഒരുപാട് പ്രശ്നമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് തിരിച്ച് എന്നെ വീട്ടിൽ കൊണ്ടാക്കിയത്. ആ വരുന്ന അത്രയും നേരം വഴി വെച്ച് ഭയങ്കര ബഹളമായിരുന്നു. അതായത് എന്നെ കൊണ്ടുവന്ന് ഇത്രയും പുരുഷന്മാരുടെ ഇടം നിർത്തി അവരെ ഒരാളും എന്റെ അനുവാദം എന്റെ ശരീരത്തൊന്നും തൊടേണ്ട ആവശ്യമില്ല. ഞാൻ കണ്ടിട്ട് പോലില്ലാത്ത ആൾ വന്ന് എന്റെ മുടിയിലും മുഖത്തൊക്കെ പിടിച്ചിട്ട് ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കുമാണ് പുള്ളിക്കാരി ഭയങ്കര ഞാൻ തട്ടി മാറ്റിയപ്പോഴാണ് പുള്ളിക്കാരി തന്നെ സ്വഭാവം പുറത്തു വന്നത്. അതായത് എനിക്ക് മനസ്സിലായി. നമുക്ക് കാര്യം 16 വയസ്സുള്ളെങ്കിൽ നമുക്കറിയാലോ, ഒരു ഓഡിഷൻ നമ്മുടെ ശരീരത്തിൽ ആർക്കും തൊടേണ്ട ആവശ്യമില്ല. ശരിക്കും എന്നൊരു വിൽപ്പന ചരക്കാക്കിയതാണെന്ന് നമുക്ക് അപ്പൊ തന്നെ മനസ്സിലായിരുന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകണം എന്നാണ് നമ്മൾ ശ്രമിച്ചത്. ഇല്ല, നമുക്ക് വീട്ടിലേക്ക് പോരാനായിട്ട് ഞാൻ നിർബന്ധിച്ചപ്പോഴാണ് എന്നെ വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിൽ അണ്ണാനഗറിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ തിരിച്ച് ഫ്ളാറ്റിൽ വന്നു. അന്ന് രാത്രി തന്നെ ഞാൻ എന്റെ അമ്മയും കൂട്ടി തിരിച്ച് നാട്ടിലോട്ട് പോന്നു. ഇക്കാര്യം ഇപ്പോൾ പരാതിപ്പെടാൻ എന്താ കാര്യം? ഇത് സംഭവിക്കുന്ന സമയത്ത് എനിക്ക് 16 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമുക്കിത് എന്ത് ചെയ്യണം, ആരോട് പറയണം എന്നറിയില്ല. പിന്നെ ഈ സ്ത്രീ അന്നും ഇന്നും ഒരുപാട് ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമുക്കിത് പുറത്ത് പറയാനായിട്ടൊരു ധൈര്യം ഇല്ലാതിരുന്നത്. ഇപ്പൊ ഈ ദിവസങ്ങളിൽ നടക്കുന്ന പത്രസമ്മേളനവും കാര്യങ്ങളും ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ഞാനിത് അറിയണം, പുറം ലോകം അറിയണം, ഈ സ്ത്രീ എന്താണ്, സ്വന്തം വീട്ടിലുള്ള ബന്ധുവിനോട് ഇവരെന്താണ് ചെയ്തതെന്ന് പുറം ലോകം അറിയണം എന്ന് എനിക്ക് തോന്നുന്നുണ്ടാവും. ഇപ്പൊ എന്റെ പ്രായം 16 അല്ല, എനിക്ക് 26 വയസ്സുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇത് പറയാൻ കാരണം. ഇപ്പോൾ എന്താ നടപടി എടുത്തിരിക്കുന്നത്? പരാതി കൊടുത്തത് പോലീസിനാണോ? ഞാൻ DGPക്കും കേരള CMനും തമിഴ്നാട് DGPക്കുമാണ് ഞാൻ പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത്. മെയിൽ ത്രൂ ആണ് ഞാൻ പെറ്റീഷൻ കൊടുത്തത്. എനിക്ക് ഇന്നലെ നൈറ്റ് തന്നെ അതിന് റെസ്പോൺസ് എനിക്ക് കിട്ടി. ഇന്ന് എന്റെ മൊഴി എടുക്കാൻ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൂർവാധികം ശക്തിയോടെ തന്നെ ഞാൻ ഇതിന് മുന്നോട്ട് പോകാനാണ്. കാരണം ഇവർക്ക് ഒരു മാതൃകാപരമായ ശിക്ഷ കിട്ടണം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നലെ പോലീസിൽ നിന്ന് കിട്ടിയ അറിയിപ്പ് എന്താ? ഇന്ന് ആര് മൊഴി എടുക്കാൻ വരുന്ന പോലീസാണോ അതോ SIT ആണോ? SIT എടുക്കാൻ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവർ ഫിലിം ആയിട്ട് ബന്ധപ്പെട്ട ഒരു സ്ത്രീയാണ്. ആ സമയത്തും ഇവര് ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ SIT ആണ് മൊഴി എടുക്കാൻ വരുന്നതാണ് അറിയിച്ചിട്ടുള്ളത്. ഇക്കാര്യം അന്ന് ആരോടെങ്കിലും പറഞ്ഞിരുന്നോ? എന്നാൽ എന്റെ അമ്മയ്ക്ക് അറിയായിരുന്നു, എനിക്കൊരു സഹോദരനുണ്ട്, അറിയായിരുന്നു. അത്രയും പേർക്ക് അറിയിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പുറത്തേക്ക് പറഞ്ഞില്ല. കാരണം പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഭാവി കാര്യങ്ങൾ, കാരണം പ്ലസ് ടു പോലും ആയിട്ടില്ല, 10th കഴിഞ്ഞ് വെക്കേഷനാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആരോടും പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലെല്ലാവർക്കും അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് അവരായിട്ടുള്ള യാതൊരു കോൺടാക്ട്സോ കാര്യങ്ങളൊന്നും നമ്മൾ കീപ്പ് ചെയ്തില്ല. പക്ഷെ എങ്കിലും 1.5 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും സോറിയൊക്കെ പറഞ്ഞു വന്നു. പക്ഷെ ഞാൻ പിന്നീട് കോൺടാക്ട് ചെയ്യാൻ പോയിട്ടില്ല.
ഈ 1.5 വർഷം കഴിഞ്ഞ് അവർ വീണ്ടും വന്നപ്പോൾ എന്താ പറഞ്ഞത്? 1.5 വർഷം കഴിഞ്ഞ് വന്നത് ചെന്നൈയിൽ നിക്കക്കള്ളി ഇല്ല, അവിടെ മൊത്തം പ്രശ്നങ്ങൾ, ഒരു ദിവസം എനിക്കൊന്ന് കിടക്കാനൊരു സ്ഥലം തരാമോ എന്ന് ചോദിച്ചിട്ടാണ് ആ സ്ത്രീ വന്നത്. കാരണം അവരുടെ മകള് ഇവിടെ മുട്ടത്ത് പഠിക്കുമായിരുന്നു. അപ്പൊ നമുക്ക് കൈവിട്ട് കളയാനായിട്ട് അമ്മ ഒരുപാട് പറഞ്ഞു വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ രാത്രി ഒരു 1 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിൽ വന്ന് പിന്നെ പിറ്റേ ദിവസം രാവിലെ 6 മണി ആയപ്പോഴേ പോയത്. അത്ര നേരം തങ്ങിയിട്ടാ പോയത്. നടനും MLA-യുമായ മുകേഷിനും അതുപോലെ മറ്റു പ്രമുഖ താരങ്ങൾക്കുമെതിരെ പീഡന പരാതി നൽകിയ ഒരു നടിയുണ്ടായിരുന്നല്ലോ. ആ നടിക്കെതിരെയാണ് ഇപ്പോൾ ആ നടിയുടെ ഏറ്റവും അടുത്ത ബന്ധുവായ യുവതിയുടെ പരാതി വന്നിരിക്കുന്നത്. നടിക്ക് സെക്സ് മാഫിയ ബന്ധമുണ്ടെന്ന് ആരോപിച്ചാണ് ഈ ഒരു യുവതി രംഗത്ത് വന്നിരിക്കുന്നത്. 2014 ഒഡീഷന് വേണ്ടിയിട്ട് ഈ ഒരു പെൺകുട്ടിയെ ആ നടി ചെന്നൈയിൽ കൊണ്ടുപോയി ഒരു സംഘം ആളുകൾക്ക് കാഴ്ചവെക്കാൻ ശ്രമിച്ചു എന്നതാണ് ഈ ഒരു യുവതി ആ നടിക്കെതിരെ കൊടുത്തിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം. ഈ ഒരു സംഘത്തിനെ ഏൽപ്പിക്കാൻ മാത്രമല്ല, അവർക്ക് വഴങ്ങിക്കൊടുക്കാൻ വരെ ഈ ഒരു നടി ആ ഒരു യുവതിയെ നിർബന്ധിച്ചു എന്നാണ് ബന്ധു പറയുന്നത്. എതിർത്തപ്പോൾ മോശമായ രീതിയിലും അതുപോലെ രോഷത്തോടെയാണ് ഈ നടി ആ പെൺകുട്ടിയോട് പെരുമാറിയത്. ആ പെൺകുട്ടി ആ സമയത്ത് 16 വയസ്സായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം 26 വയസ്സായിട്ടുണ്ട്. അപ്പം അന്ന് പറയാൻ പറ്റാതിരുന്നത് ഇപ്പോൾ പറയാൻ പറ്റുന്നു എന്നുള്ള രീതിയിലാണ് ഈ ഒരു ബന്ധുവായ യുവതി രംഗത്ത് വന്നത്. അപ്പൊ ഈ നമ്മുടെ മുകേഷിനും അതുപോലെ ജയസൂര്യക്കും എതിരെ പരാതി നൽകിയ ആ ഒരു നടിയുണ്ടല്ലോ, ആ ഒരു നടിയുടെ ബന്ധുവാണ് ഇപ്പോൾ രംഗത്ത് വന്ന് ഇക്കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നത്. ഈ ഒരു ബന്ധുവിനെ ആ ഒരു 16 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നത്. ആ സമയത്ത് 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ആ കൊച്ച്. അപ്പൊ അതിനെ ഇവിടെ ചെന്നൈയിലേക്ക് കൊണ്ടുപോയിട്ട് പറയാണ്, ഇതുപോലെ ഒരുപാട് പെൺകുട്ടികളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പൊ അവരൊക്കെ ഹാപ്പിയാണ്, നീ ഒന്ന് കണ്ണടച്ചാൽ മതി, നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ സെറ്റിലാകാൻ പറ്റുമെന്നാണ് ഈ ഒരു നടി മറ്റേ ആ ഒരു പരാതിക്കാരിയായ യുവതിയോട് പറഞ്ഞത്. നിരവധി പെൺകുട്ടികളെ നടി ലൈംഗിക അടിമകളാക്കിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ DGP ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബിനും അവർക്ക് നൽകിയ പരാതിയിൽ ഇക്കാര്യമെല്ലാം തുറന്നു പറയുന്നുണ്ട്. 2014 ഈ സംഭവം നടന്നതെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ കുട്ടി ഓൾറെഡി പറഞ്ഞിരുന്നു അവൾക്ക് 16 വയസ്സായിരുന്നു എന്നും, അതും 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു ടൈം ആയിരുന്നു. ഈ നടി സിനിമ ഓഡീഷൻ എന്ന് പറഞ്ഞാണ് ഈ ഒരു പെൺകുട്ടിയെ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. അവിടെ നിന്ന് ഒരു 5-6 പുരുഷന്മാരുള്ള ഒരു സ്ഥലത്തേക്കും കൊണ്ടുപോയി. പിന്നെ ഈ പുരുഷന്മാരെന്ത് ചെയ്ത് ഈ പെൺകുട്ടിയെ സ്പർശിക്കാനൊക്കെ ശ്രമിച്ചു. അപ്പൊ ഈ കരഞ്ഞ് ബഹളം വെച്ചത് കൊണ്ടാണ് അന്ന് രക്ഷപ്പെട്ടത് എന്നാണ് ഈ ഒരു യുവതി പറയുന്നത്. മാത്രവുമല്ല, ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറായാൽ നിന്നെ അവർ നല്ല രീതിയിൽ നോക്കുമെന്നൊക്കെ ഈ നടി പറഞ്ഞ് ഈ ഒരു പെൺകുട്ടിയെ പ്രലോഭിക്കുകയാണ്. തന്റെ പ്രായത്തിലുള്ള കുറെ പെൺകുട്ടികളെ ദുബായിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു എന്നും പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പം എന്തുകൊണ്ട് ഈ ഒരു പെൺകുട്ടി രംഗത്ത് വന്നു എന്ന ചോദ്യത്തിന് പെൺകുട്ടി പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ നടി ഒരുപാട് പ്രമുഖർക്കെതിരെ, ഒരുപാട് നടന്മാർക്കെതിരെ ഇങ്ങനെ ആരോപണം, അതായത് 7 പ്രമുഖർ നടന്മാർക്കെതിരെയാണ് ഈ ഒരു നടി ഗുരുതര ആരോപണമായി ഉന്നയിച്ചിറങ്ങിയത്. അപ്പൊ അത് സത്യമല്ല, അങ്ങനെയല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം ഇനിയെങ്കിലും തനിക്ക് സംഭവിച്ചത് പുറം ലോകം അറിയണം എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് ഈ ഒരു യുവതി, പരാതിക്കാരിയായ യുവതി രംഗത്ത് വന്ന് ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയത്. ഇനി ഇങ്ങനെ ഒരു അനുഭവം ആർക്കും ഉണ്ടാകരുത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു പെൺകുട്ടി രംഗത്ത് വന്ന് കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു പരാതിക്കാരിയായ നടി, അതായത് ഗുരുതര ആരോപണം ഉന്നയിച്ചിരുന്ന നടിയുണ്ടല്ലോ, അപ്പൊ നടിയുടെ പല കാര്യങ്ങളും, പല അലിഗേഷൻസും ഇപ്പൊ വീണ്ടും ചർച്ചയാവുകയാണ്. പണ്ട് മുതൽ, അതായത് ഈ ഒരു നടി പറഞ്ഞ കാര്യങ്ങളും ഇടയ്ക്ക് സംഭവിച്ച കാര്യങ്ങളും എല്ലാം പല രീതിയിൽ വ്യാഖ്യാനങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് നമുക്ക് ഓൾറെഡി ഓൾമോസ്റ്റ് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു, ഏത് ഭാഗത്താണ്, എവിടെയാണ് സത്യം എന്നുള്ളതും ഏത് ഭാഗത്താണ് ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഇപ്പോൾ ഓരോ ഇങ്ങനെ ഒരു ഈ ഒരു നടിക്കെതിരെ തന്നെ ആ നടിയുടെ ബന്ധു തന്നെ രംഗത്ത് വന്നിരുന്നു പറയണേ, ഇവരൊരു സെക്സ് മാഫിയയില് ഉള്ള ഒരാളാണ്, പല പെൺകുട്ടികളെയും ഇതുപോലെ കൊണ്ടുപോകുന്നുണ്ട്, അപ്പൊ ആ ഒരു ബന്ധമുള്ള ആളാണ് ഇങ്ങനെ പ്രമുഖരായ നടന്മാർക്കെതിരെ ഗുരുതര ആരോപണവുമായിട്ട് രംഗത്ത് വന്നത്. ഇതിനെതിരെ ഈ നടന്മാർക്ക് തങ്ങളുടെ കൈവശത്തും പല തെളിവുകളുണ്ടെന്നും പറഞ്ഞു അതടക്കം അവര് രംഗത്തും വന്നിരുന്നു. അപ്പൊ അതിൽ നിന്നേ നമുക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരുന്നു ഏത് ഭാഗത്താണ് സത്യം എന്നുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി വരുന്ന കാര്യങ്ങൾ നോക്കാം, എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഫേക്ക് അലിഗേഷൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ അതിന്റെ തക്കതായ ശിക്ഷ തന്നെ ലഭിക്കണം, മാതൃകാപരമായ ശിക്ഷ തന്നെ ലഭിക്കണം. കാരണം ഇങ്ങനെ ഒരു അലിഗേഷൻസ് ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് കൊണ്ട് മാത്രമാണ്
ഇങ്ങനെ ഓരോ മുക്കിലും മൂലയിൽ നിന്നും ഒരുപാട് പെൺകുട്ടികൾക്ക് തങ്ങൾക്ക് അനുഭവപ്പെട്ട പീഡന പരാതികളുമായിട്ട് എന്തൊക്കെയാണ് തങ്ങൾക്ക് അനുഭവപ്പെട്ട അതുമായി രംഗത്ത്. പക്ഷെ ഇതില് ഈ ഫേക്കായിട്ട് വരുന്ന ആൾക്കാർ ഇങ്ങനെ കുറെ അലിഗേഷൻസ് കൊണ്ടുവരുമ്പം ഇതിലെ യാഥാർത്ഥ്യത്തിൽ സംഭവിച്ച ആൾക്കാര് അവരെയും ഈ ഒരു കാറ്റഗറിയിൽ അങ്ങ് ഉൾപ്പെടുകയാണ്. കാരണം ഇപ്പൊ സത്യം പറഞ്ഞാൽ ഏതാണ് സത്യമെന്നും ഏതാണ് കള്ളമെന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം കാര്യങ്ങളായിട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ ഈ നീതി കിട്ടേണ്ട ആൾക്ക് ശരിക്കുമുള്ള നീതി അവിടെ കിട്ടുന്നില്ല. പകരം ഇങ്ങനെ ഫേക്ക് അലിഗേഷൻസും വരുമ്പോഴൊക്കെ രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് വരുമ്പം കാരണം എല്ലാം ആൾക്കാരെ ഓൾമോസ്റ്റ് ഇപ്പൊ ഒരാള് പരാതിയും കൊണ്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചതായിരിക്കും. അപ്പൊ ആ ഒരു നീതി കിട്ടേണ്ട ആ ഒരു കുട്ടിക്ക് അവിടെ നീതി നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ജനങ്ങളുടെ മനസ്സിൽ ഇപ്പം ഓൾറെഡി ഇങ്ങനെ ഒരു ചിന്താഗതി, കാരണം ഏത് ഫേക്കാണ് ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ തന്നെ നമ്മുടെ നിവിൻ പോളിയുടെ കേസിൽ തന്നെ സംഭവിച്ച കാര്യമാണ്. അപ്പൊ അത് ഓൾമോസ്റ്റ് ഫേക്ക് അലിഗേഷൻ ആണെന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലായി. കാരണം ആ ഒരു സ്ത്രീയുടെ കാര്യത്തിൽ ഒരു സത്യാവസ്ഥയും ഇല്ലായിരുന്നു എന്നുള്ളത് നമുക്ക് നന്നായിട്ട് എല്ലാതും മലയാളികൾക്കെല്ലാം മനസ്സിലായതാണ്. അപ്പൊ ഇതുപോലെ ഓരോരുത്തരും ഇങ്ങനെ ഇറങ്ങുവാണെങ്കിൽ നീതി കിട്ടേണ്ട ആൾക്കാർക്ക് ശരിക്കുള്ള നീതി അവിടെ കിട്ടാണ്ട് പോകും. അപ്പൊ അത് ശരിക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒരു ഭയങ്കര വിഷമമുള്ള കാര്യമായിരിക്കും. കാരണം അവർക്ക് നീതി നിഷേധിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇങ്ങനെ കുറെ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളും കൊണ്ട് ആൾക്കാർ ദയവ് ചെയ്ത് ഇറങ്ങരുത്. കാരണം എന്തിനാണ് ഇങ്ങനെ ആവശ്യം? മുകേഷിനെതിരെ ജയസൂര്യക്കെതിരെ വന്ന കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? ജയസൂര്യയുടെ കാര്യം തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. കാരണം നമ്മൾ ഒരിക്കൽ പോലും ജയസൂര്യ എന്ന ഒരു നടൻ ഈ ഒരു കാറ്റഗറിയിൽ വരുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. പിന്നെ ഒരു കാര്യം നമ്മൾ പറഞ്ഞല്ലോ, നിവിൻ പോളിയുടെ കേസ്. നിവിൻ പോളിയും നമുക്ക് ഞെട്ടലുണ്ടാക്കുന്ന ഒരു കേസ് തന്നെ. പക്ഷെ അദ്ദേഹം തന്നെ അത് രംഗത്തിറങ്ങി ആ ഒരു അലിഗേഷൻ തെറ്റാണെന്നും അതിനുള്ള പ്രൂഫും എന്താണെന്നും വളരെ ധൈര്യത്തോടെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് ഇറങ്ങി അത് സംസാരിക്കുകയുണ്ടായി. ഇനി അതുപോലെ തന്നെ എല്ലാം, അതായത് ഈ ഒരു അലിഗേഷൻസ് തെറ്റാണെങ്കിൽ അവർ ധൈര്യപൂർവ്വം തന്നെ മാധ്യമങ്ങളോട് മുന്നേ ഇറങ്ങി എന്ന് ഇത് പറയണം. കാരണം ഈ ഒരു അലിഗേഷൻസ് തെറ്റാണെന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ഫേക്ക് അലിഗേഷൻസുമായിട്ട് വരുന്ന നടിമാര് അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾ ആരോ ആയിക്കോട്ടെ, അവര് ദയവ് ചെയ്ത് മറ്റുള്ളവർക്ക് കിട്ടുന്ന നീതിയെ നിഷേധിക്കരുത്. കാരണം ഇവരുടെ അലിഗേഷൻസ് ഫേക്ക് ആണെന്ന് അറിയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കേസുകളും അതുപോലെ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടും. അപ്പം ഇപ്പൊ ഓൾമോസ്റ്റ് ജനങ്ങളുടെ മനസ്സിൽ തന്നെ ഈ ഒരു ചിന്താഗതി വന്നിട്ടുണ്ട്. ഏത് ശരിക്കും പറഞ്ഞാൽ സത്യം ഏതാണ്, തെറ്റ് കള്ളം ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ ഇപ്പൊ യഥാർത്ഥത്തിൽ പറ്റുന്നില്ല. കാരണം ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം മുക്കിലും മൂലയിലും നിന്നും ഓരോ ഭാഗത്തു നിന്നും ആർട്ടിസ്റ്റുകളായാലും നടിമാരായാലും അവർ രംഗത്തിറങ്ങി കാര്യങ്ങൾ പറയുന്നുണ്ട്. പല കാര്യങ്ങളും സത്യമുണ്ട്, എല്ലാം തെറ്റല്ല എന്ന് പറയുന്നത്. പലതും അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം അതിനോടൊപ്പം തന്നെ ഈ ഒരു തെറ്റായിട്ടുള്ള അലിഗേഷൻസും കൊണ്ട് ആരും രംഗത്ത് വരരുത്. അത് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർക്ക് നീതി നിഷേധിക്കുന്നതിന് തുല്യമായിട്ട്, അത് അവർക്ക് ആ ഒരു നീതി കിട്ടേണ്ട ആ ഒരു നീതി അവർക്ക് അവിടെ ജസ്റ്റിസ് ആണ്. അപ്പൊ അവർക്ക് അത് ലഭിക്കുന്നില്ല. അപ്പൊ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ഫേക്ക് അലിഗേഷൻസ് കൊണ്ട് ആരും ഇറങ്ങരുതെന്നാണ് പറയുന്നത്.